വേൾഡ് കപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഓരോ ടീമും ശക്തമായി തന്നെ വേൾഡ് കപ്പിനായി ഒരുങ്ങുകയാണ്. ഇപ്പോൾ ഇതാ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ഏറെ തിരിച്ചടിയായേക്കുന്ന വാർത്തയാണ് ഫുട്ബോൾ ലോകത്ത് നിന്ന് പുറത്തു വരുന്നത്. അർജന്റീനയ്ക്ക് വമ്പൻ തിരിച്ചടിയായേക്കാവുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെ സൂപ്പർ താരത്തിൻ്റെ പരിക്കാണ്. അർജന്റീനയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോൾ കൈകാര്യം ചെയ്യുന്ന അർജന്റീൻ സൂപ്പർ താരം ലിയാൻഡ്രോ പെരഡസിനാണ് പരിക്കേറ്റിട്ടുള്ളത്. സ്കലോണിയുടെ സിസ്റ്റത്തിലെ പ്രധാന താരമാണ് ലിയാൻഡ്രോ പെരഡസ്. 2022 ഖത്തർ വേൾഡ് കപ്പിലും അർജന്റീനയുടെ നട്ടെല്ലായി ഡിഫൻസിനെയും മധ്യനിരയെയും ഒരുമിപ്പിച്ച് മികച്ച രീതിയിലാണ് ലിയാൻഡ്രോ പെരഡസ് വേൾഡ് കപ്പിലുടനീളം അർജന്റീനയ്ക്കായി കളിച്ചത്. ഈ വേൾഡ് കപ്പിലും വലിയ ദൗത്യം തന്നെയാണ് സ്കലോണി അദ്ദേഹത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഇതാ വരുന്ന വാർത്തകളനുസരിച്ച് ലിയാൻഡ്രോ പെരഡസിന് പരിക്കേറ്റിരിക്കുകയാണ്. പരിശീലന സെക്ഷനിടെ വലതു തുടയിലെ പേശികൾക്കാണ് പരിക്കേറ്റത്. ലോകകപ്പിന് മുന്നോടിയായി വരാനിരിക്കുന്ന 2 സൗഹൃദ മത്സരങ്ങളിൽ നിന്നുള്ള സ്ക്വാഡിൽ നിന്നും പെരഡസിനെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. വലതു തുടയിലെ പേശികൾക്ക് പരിക്കേറ്റതായി വൈദ്യപരിശോധനയിൽ അർജന്റീൻ മെഡിക്കൽ ടീം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജൂൺ 6-ന് ഹോണ്ടറസിനെതിരെയും ജൂൺ 9-ന് ഐസ്ലാൻഡിനെതിരെയുമാണ് അർജന്റീനയുടെ ഫ്രണ്ട്ലി പോരാട്ടങ്ങൾ. ജൂൺ 17-ാം തീയതി അൾജീരിയക്കെതിരായി നടക്കുന്ന അർജന്റീനയുടെ ലോകകപ്പിലെ ഉദ്ഘാടന മത്സരത്തിൽ പെരഡസിന്റെ പങ്കാളിത്തം സംശയത്തിലാണ്. നിലവിൽ വേൾഡ് കപ്പിൽ ആദ്യ പോരാട്ടം പോലും താരം കളിച്ചേക്കില്ലെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇതേസമയം അർജന്റീൻ ടീം മാനേജ്മെന്റ് പറയുന്നത് താരം വേഗത്തിൽ തന്നെ സുഖം പ്രാപിച്ച് ലോകകപ്പിലെ ആദ്യ മത്സരത്തിന് മുമ്പ് തിരിച്ചെത്താനാകുമെന്നാണ് അവർ പറയുന്നത്. ബക്ക ജൂനിയേഴ്സിനു വേണ്ടി കളിക്കുന്നതിനിടെ പെരഡസിന് അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. അത് അവഗണിച്ച അദ്ദേഹം കളി തുടരുകയായിരുന്നു. ഇടയ്ക്കിടെ സംഭവിക്കുന്ന അവിടെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും പരിശീലന സെക്ഷനിടെ താരത്തിന് പരിക്കേറ്റത്. ഏതായാലും ഈ പരിക്ക് പെരഡസിന്റെ അർജന്റീനയുടെയും ലോകകപ്പ് തയ്യാറെടുപ്പുകളെ എങ്ങനെ ബാധിക്കുമെന്നത് കാത്തിരുന്നു തന്നെ നമ്മൾ കാണണം. ഇതേതായാലും അർജന്റീനയ്ക്ക് അപ്രതീക്ഷിത തിരിച്ചടി തന്നെയാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.